മൈലാപ്പൂരിലെ ചിന്നമലയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചിന്നമല വന്നപ്പോൾ നല്ല മഴയായിരുന്നു. ആ മഴയൊന്ന് തോരാനായിട്ട് കുറച്ച് നേരം നിന്നു. അതിനുശേഷം നമ്മൾ പള്ളി കാണാനായിട്ട് പോയി. പള്ളിയുടെ അടുത്തേക്ക് വന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആ പള്ളി ഒരു റൗണ്ട് ഷേപ്പിലുള്ള പള്ളിയായിരുന്നു. റൗണ്ട് ഷേപ്പിലുള്ള പള്ളി വളരെ കുറവാണ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു സന്തോഷം തോന്നി. അതുപോലെ ഇതിനോട് തൊട്ട് ചേർന്ന് തോമാശ്ലീഹ ഒളിച്ചിരുന്ന ഒരു ചെറിയ ഗുഹയുണ്ട്. ആ ഗുഹയോട് ചേർന്ന ഒരു ചാപ്പൽ നിർമ്മിച്ചിട്ടുണ്ട്. 1551 AD ആ ചാപ്പൽ നിർമ്മിച്ചത്. അതിൻ്റെ വലതുവശത്ത് ഉള്ള ഒരു ചാപ്പൽ അത് നിത്യാരാധന ചാപ്പലാണ്. അങ്ങനെ ഇതൊക്കെയാണ് ചിന്നമലയിലുള്ള കാഴ്ചകൾ. അതിനോട് ചേർന്ന് ഒരു മ്യൂസിയം കൂടെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗുഹയുള്ള ചാപ്പലിലേക്ക് നമുക്ക് കയറാം. കുറച്ച് ആളുകളൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒത്തിരി ആൾക്കാരൊന്നുമില്ല. എങ്കിലും അതിൻ്റെ ഉള്ളിൽ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള നല്ല ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ഭംഗിയുള്ള സ്റ്റാച്ചു വൾത്തരയിൽ വെച്ചിട്ടുണ്ട്. മുകളിൽ നമുക്ക് കാണാം. അതും അതിൻ്റെ അടുത്ത് പോയി നമ്മൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം കേവ് ഓഫ് സെയിൻറ്റ് തോമസ് കാണാനായിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി. കേവ് ഓഫ് സെയിൻറ്റ് തോമസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. തോമാശ്ലീഹ ഒളിച്ചിരുന്ന സ്ഥലമായിട്ടാണ് അതിൽ കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വഴി ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ കുനിഞ്ഞ് വേണം ചെല്ലാനായിട്ട്. പാറയിലൊരു കുരിശ് വരച്ച് വെച്ചിട്ടുണ്ട്. അതിന് താഴേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ട് ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഇടതുവശത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയ തോമാശ്ലീഹയുടെ രൂപവും തിരുശേഷിപ്പും വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഒരു നല്ല ഒരു കേവ്, ഒത്തിരിയേറെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധ സ്ഥലമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ വരാനും പ്രാർത്ഥിക്കാനൊക്കെ ഒരു അവസരം കിട്ടിയതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ആരുമില്ല, ചെന്നപ്പോൾ ആരുമില്ല. ശാന്തമായിട്ട് കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു.